ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ്. എങ്ങനെയാണ് താങ്കൾ CV പത്മരാജനെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായും CV പത്മനാഭൻ സാർ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ച നേതാവായിരുന്നു. പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റായി, ബ്ലോക്ക് പ്രസിഡന്റായി, DCC പ്രസിഡന്റായി, KPCC പ്രസിഡന്റായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഒരുപാട് പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ശക്തമായ ഒരു നേതൃത്വത്തിലൂടെ അദ്ദേഹം പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തി. K കരുണാകരനെയും AK ആന്റണി ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളെ ഒരുമിപ്പിച്ച് നടത്തുന്ന ഒരു പാലമായി പ്രവർത്തിച്ചു. അങ്ങനെ പിന്നോക്ക ജനവിഭാഗങ്ങളെ കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുന്നതിന് അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്ത വകുപ്പുകളെല്ലാം തന്നെ വളരെ വിജയകരമായി അതിന്റെ പുറത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ധനകാര്യ മന്ത്രി എന്ന നിലയിലും, വൈദ്യുതി മന്ത്രി എന്ന നിലയിലും, അതോടൊപ്പം ഫിഷറീസ് മന്ത്രി എന്ന നിലയിലും അദ്ദേഹം സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. മികച്ച ഒരു ധനകാര്യ മന്ത്രിയായി, മികച്ച ഒരു വൈദ്യുതി മന്ത്രിയായി അദ്ദേഹം പേരെടുത്തു. കൊല്ലം ബാറിലെ ഒരു പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു അദ്ദേഹം. അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ കൈവരിച്ച ഒരു നേതാവാണ് ശ്രീ പത്മനാഭൻ സാറ്. അദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. പല സ്ഥാനങ്ങൾക്കും അദ്ദേഹത്തെ തേടി ചെന്ന സ്ഥാനങ്ങളാണ്. ഒരിക്കലും അദ്ദേഹം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പോയതല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കഴിവും നേതൃത്വ ശേഷിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ പദവികളെല്ലാം ലഭിച്ചത്. ആ ലഭിച്ച പദവികളിലെല്ലാം തന്നെ നീതിപൂർവമായി അദ്ദേഹം പ്രവർത്തിച്ചു. ആ ഉത്തരവാദിത്വങ്ങൾ ഭംഗിയായി നിർവഹിച്ചു. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു സംയുക്ത ഘട്ടത്തിൽ വിജയകരമായി പാർട്ടി നയിച്ച നേതാവാണ് അദ്ദേഹം. പാർട്ടിക്കകത്ത് ചേരിപ്പോരുകളും വിവിധ വിഭാഗീയതകളും വളരെയധികം ശക്തമായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹം KPCC പ്രസിഡന്റായി വന്നത്. മന്ത്രിസ്ഥാനം കർണാടക മന്ത്രിസഭയിൽ ഗ്രാമവികസന മന്ത്രിയായിരിക്കുമ്പോഴാണ് അദ്ദേഹം അത് രാജിവെച്ച് KPCC അധ്യക്ഷനായിട്ട് വന്നത്. തുടർന്ന് അദ്ദേഹം 6-7 വർഷക്കാലം തുടർച്ചയായി KPCC പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവരാനും അതോടൊപ്പം തന്നെ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരെയും ഒരുമിച്ച് നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ CV പത്മനാഭൻ സാർ കൊല്ലം ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നെടുംതൂണുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കൊല്ലത്ത് കോൺഗ്രസിന് ബഹുജന അടിത്തറ ഉണ്ടാക്കുന്നതിനും പ്രത്യേകിച്ചും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് വലിയ സ്വാധീനം ഉറപ്പിക്കുന്നതിന് അദ്ദേഹത്തിന്റെ നേതൃത്വം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു മികച്ച സഹകാരി കൂടിയായിരുന്നു. മികച്ച അഭിഭാഷകൻ മാത്രമല്ല, മികച്ച സഹകാരി കൂടിയായിരുന്നു അദ്ദേഹം. കൊല്ലം അർബൻ ബാങ്കിന്റെ പ്രസിഡന്റായി ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് ഓഫീസിൽ പോകാൻ കഴിയാത്ത സമയത്ത് മാത്രമാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞത്. മന്ത്രിയായിരിക്കുമ്പോഴും കൊല്ലം അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഒഴിഞ്ഞില്ല. അദ്ദേഹം സഹകരണ രംഗത്ത് വളരെ മികച്ച സംഭാവനയായിരുന്നു നൽകിയത്. മികച്ച സഹകാരിയായിരുന്നു. കൊല്ലം അർബൻ ബാങ്കിന്റെ വളർച്ചയിൽ വലിയ സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ രംഗത്തും വളരെയധികം കഴിവുകൾ പ്രകടിപ്പിച്ച കോൺഗ്രസിന്റെ അത്യുന്നതനായ നേതാവായിരുന്നു ശ്രീ CV പത്മനാഭൻ സാർ. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് കനത്ത നഷ്ടമാണ് എന്ന് ഈ അവസരത്തിൽ അനുശോചനം അറിയിക്കുകയാണ്. ശരി.